മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഭാഗ്യവും നിർഭാഗ്യവും തമ്മിലുള്ള ഒരു പകിടകളിയാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരുമുണ്ട്, നിർഭാഗ്യം കൊണ്ട് ജീവിതം കൈവിട്ടു പോകുന്നവരുമുണ്ട്. ഇതിലേത് കൂട്ടത്തിലാണ് ഞങ്ങളെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ നീല, നാൻസി, ഗംഗ, പിന്നെ ഞാനും. TV റിപ്പോർട്ടർ രേവതി നമ്പ്യാർ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ 4 പേർ. ഇത് ഞങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കഥയാണ്. ഞാൻ നില. നീണ്ടകാലം പ്രണയിച്ചയാളെ തന്നെ വിവാഹം കഴിക്കാൻ ഭാഗ്യമുണ്ടായവൾ. പ്രണയമെന്ന മലകയറ്റത്തിന്റെ ത്രിൽ അതിന്റെ തുഞ്ചത്തെത്തുന്നതോടെ കഴിയുന്നു. ഉയരമുള്ള മുനമ്പിൽ നിന്ന് ചെറിയൊരു കാലിടർച്ചയുടെ അകലമേ ഉള്ളൂ വിവാഹമോചനമെന്ന പതനത്തിലേക്ക്. ഞാൻ ഭവ്യ അല്ല, ഇപ്പോൾ നാൻസി. പ്രണയിച്ച ആൾക്ക് വേണ്ടി മതം മാറുന്നതിൽ എനിക്കിതുവരെ കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല എന്ന് തന്നെയല്ല, പ്രാർത്ഥന മാത്രമാണ് ഇപ്പോഴെൻ്റെ ഏക ആശ്വാസവും. സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിരുന്ന അമ്മായിയമ്മ പോരിനെ വെറും തമാശയായിട്ട് കണ്ടിരുന്നയാളാ ഞാൻ. പക്ഷേ അതങ്ങനെയല്ലെന്ന് മനസ്സിലാക്കാൻ 1 മാസത്തെ വിവാഹ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞു. ജോലിക്കായി US പോയ ഷിബിൻ എന്നെ ഇപ്പോൾ വിളിക്കാറ് പോലുമില്ല. ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കണമെന്നാണ് അയാളുടെ പുതിയ ഡിമാൻഡ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുക ഞാൻ. പെൺകുട്ടികൾ ഏറ്റവും സുന്ദരികളായിരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ജീവിതം ആസ്വദിക്കുന്നതും ഒരു ചെറിയ കാലയളവിൽ മാത്രമാണ്. വർണ്ണങ്ങൾ ഒരുപാടുണ്ടാകുമെങ്കിലും ഒരു ശലഭത്തിന്റെ ആയുസ്സേ ആ ദിനങ്ങൾക്കുണ്ടാകാറുള്ളൂ. ഞങ്ങൾക്കിടയിൽ നിറപ്പകിട്ടുള്ള ആ ദിവസങ്ങൾ സ്വന്തമായിരുന്നത് അവൾക്ക് മാത്രമായിരുന്നു. അവളായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ, ഗംഗ. ഇനി എൻ്റെ കാര്യം. സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്കുള്ള ഒരു പെൺകുട്ടിയുടെ ചിറക് വെച്ചുള്ള പറക്കലായിരുന്നു എൻ്റെ പ്രൊഫഷണൽ ലൈഫ്. സത്യത്തിൽ ആദ്യ പ്രണയത്തിൻ്റെ തകർച്ചയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് TV ചാനലിലെ ജോലിയും സ്കൂപ്പുകളുടെ പിന്നാലെയുള്ള പാച്ചിലിൻ്റെ ഹരവുമായിരുന്നു. ജോലിയിലെ പുതിയ കൂട്ടുകാരനുമൊത്തുള്ള ലിവിങ് ടുഗദർ സുന്ദരമായി മുന്നോട്ടു പോകുമ്പോൾ എൻ്റെ തീരുമാനത്തിൻ്റെ കൃത്യതയിൽ ഞാൻ അഭിമാനിച്ചു. പക്ഷേ ഇറങ്ങി പോടി. എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാനുള്ള ഫ്രീഡം നമ്മുടെ ഈ റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതുവാ. But I can't. Please, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പൊയ്ക്കോളാം. ഒരു 2 മിനിറ്റ് ഞാനൊന്ന് സെറ്റിൽ ആയിക്കോട്ടെ.
ഉള്ളിൽ ഓരോ ചെറിയ അഗ്നിപർവ്വതങ്ങൾ ഒളിച്ചു വെക്കുമ്പോഴും ഞങ്ങൾ 4 ആളും ഒരുമിച്ച് ഫ്ലാറ്റിലെത്തുമ്പോൾ കൊച്ചു കൊച്ചു രസങ്ങളും കുസൃതികളുമായി ഞങ്ങളുടെ ജീവിതം ഒഴുകിക്കൊണ്ടേയിരുന്നു. Sorry, your call cannot be completed as dialed. Please check the number and dial again. എനിക്കറിയാം, എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാനുള്ള ഫ്രീഡം നമ്മുടെ ഈ റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാണ്. അയ്യോ, ഹലോ. ഇല്ല. ഇതിനെക്കാട്ടിലും വലിയ പ്രേമമായിരുന്നു. വീട്ടുകാരറിയാതെ കല്യാണവും കഴിച്ചു. ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി മതവും മാറി. എന്തായിരുന്നു സ്നേഹം? 5 long years, റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഇപ്പൊ കണ്ടില്ലേ, എന്നെ കാണുമ്പോൾ മാത്രം സെക്സ് ഫീൽ ചെയ്യുന്നില്ലെന്ന്. മോഡേൺ ലവ്, നോ റെസ്ട്രിക്ഷൻ, ലിവിംഗ് ടുഗദർ ഫോർ 5 years. അത് കാശ് കൊടുക്കാതെ കാര്യം സാധിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞ. ഇപ്പോ വന്നിടോ ഇല്ല, നിന്നിടോ ഇല്ല. നാട്ടിലുള്ള അവളുമാരുടെ ഒപ്പമുള്ള MMS അയച്ചു തരല പ്രീതമന്റെ പ്രധാന ഹോബി. അപ്പോഴാ അവളുടെ ഒരു പ്രേമം. ആ സംഭവത്തോടെ ഞങ്ങൾ 3 ആളും ചേർന്ന് ഗംഗയെ ആ റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിപ്പിച്ചു. അവളുടെ ഫോൺ നമ്പർ അടക്കം ചേഞ്ച് ചെയ്തു. ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും പതിയെ അവൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായി, നടക്കുവോ? നടക്കില്ല. നിങ്ങൾ തന്ന ഈ ഇൻഫർമേഷൻ വെച്ച് ഞങ്ങളുടെ ചാനൽ ഒന്നും ചെയ്യില്ല. മറ്റേ പാർട്ടികൾ അതുപോലത്തെ പിടിയാ മുകളിൽ മുറുക്കിയിരിക്കുന്നത്. ഒരു വഴിയില്ലേ? നിങ്ങൾ ചെയ്യുന്ന കൊട്ടേഷൻ പണിക്ക് നല്ല പേരില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ പണി കൊട്ടേഷനേക്കാളും വൃത്തികെട്ടതാ. ഏതാ ഭേദമെന്ന് ആലോചിക്കാറുണ്ട്. അത് വിട്ടേക്ക് പെങ്ങളെ, എൻ്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ. ആ അണലി എങ്ങാനും അറിഞ്ഞ 8ൻ്റെ പണി വരും.
ശരി. അന്നാണ് നാൻസിയുടെ ഹസ്ബൻഡിന്റെ കസിൻ സേവിയർ അവളുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ മുൻകൈ എടുത്ത് വന്നത്. വരൂ, ഇരിക്കൂ. ചേച്ചി, ഷിബിച്ചായനല്ല പ്രശ്നം. എൻ്റെ പേരപ്പയുടെ മകനായിട്ട് പറയുമല്ല. പുള്ളി വെറും പാവ. പുള്ളിക്കാരൻ ഇപ്പോഴും ചേച്ചിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല. അമ്മച്ചിയാ ഉടക്കി നിൽക്കുന്നത്. ഇത് ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാന്നേ. ചേച്ചി വിഷമിക്കാതെ. അച്ചായനെ കൊണ്ടും അമ്മച്ചിയെ കൊണ്ടും ഇത് സമ്മതിപ്പിച്ചെടുക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. പിന്നെ അങ്ങേർക്ക് മനസ്സിലായില്ലേലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ചേച്ചിയുടെ സങ്കടം. ബി കൂൾ. അച്ചായൻ ഇത്ര സീരിയസ് ആയിട്ട് ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ചേട്ടന്റെ ഭാര്യ തന്നെ ടാർജറ്റ് എന്നാ എനിക്ക് തോന്നുന്നു. സാധനം കണ്ട് കൊള്ളാം. ഞാൻ എല്ലാം സംസാരിച്ചിട്ട് വിളിക്കാം, പക്ഷെ എടുക്കണം. അതാണ്. ശരി എന്നാ. വന്നേ. അണ്ണാ നടക്കുവോ? പിന്നെ നടക്കാതെ നടക്കുമല്ല മോനെ, കിടക്കും. അല്ലേലേ അണ്ണൻ കിടത്തും. ദാ നമ്മുടെ ടേബിളിന്റെ ബാക്കിൽ അവന്മാരിരുന്നത്. സംഗതി അവൻ നടത്തും. അതവൻ നിനക്കിട്ടിരിക്കുന്ന ഏരയാ. നീ ടെൻഷൻ ആവണ്ട. ഈ ആശ്വാസവചനവും സഹായഹസ്തവും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പെണ്ണിന്റെ അടുത്തേക്ക് ഓടി വന്ന് ജെന്റിൽമാൻ കളിക്കുന്ന എല്ലാ നാറുകൾക്കും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്തെങ്കിലും ചിലപ്പോ കിട്ടിയാലോ? പിന്നെ ഇപ്പൊ കിട്ടും. അന്ന് ഗംഗയുടെ പിറന്നാളായിരുന്നു. എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ലവ്ലിയും അവളുടെ ഹസ്ബൻഡ് ശ്രീകുട്ടനും. അവരെത്തി. ഹായ് രേവതി. ശ്രീ. These are my roommates. Okay, let's go. Come. രേവതിയുടെ കൂടെ കോളേജ് ഹോസ്റ്റലിൽ റൂംമേറ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ദുബായിലാ. ഇപ്പൊ ലീവിന് വന്നിരിക്കുക. അല്ല, എന്താ ഈ ലവ്ലി ശ്രീകുട്ടൻ? ഇന്റർകാസ്റ്റാ? ലവ് ആയിരിക്കും. ഇവളായിരിക്കും ഹംസം. പിന്നെ നാളെ എപ്പോഴാ നിന്റെ ഇന്റർവ്യൂ? ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോ ഇന്നെവിടെയാ സ്റ്റേ? അതേതെങ്കിലും ഹോട്ടൽ നോക്കണം. അത് ശരി. ഇവിടെ വന്നിട്ട് എന്റെ കൂടെ താമസിക്കാതെ ഹോട്ടലിൽ റൂം എടുക്കാനാ പരിപാടി? നോ ചാൻസ്. ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇവിടെ തന്നെ കൂടാം. ഹേയ്, അതൊന്നും ശരിയാവില്ല. നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അതൊന്നും ഒരു പ്രോബ്ലം അല്ല. പ്ലീസ് ഡി, പ്ലീസ്. വന്നല്ലോ ബർത്ത്ഡേ കാരി. ബർത്ത്ഡേ പാർട്ടി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ നിങ്ങളാണ് ഗസ്റ്റ്. ഹോട്ടൽ പരിപാടിയൊക്കെ ക്യാൻസൽഡ്. ഓക്കെ ഓക്കെ ഓക്കെ. Hey, come. Hey, enter. Lovely. Come. എന്താണ്? നടക്കട്ടെ.
അയാൾ ഭയങ്കര റൊമാൻറ്റിക് അല്ലേ? ഷീ സോ ലക്കി. അതിനും വേണം ഒരു യോഗം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ, ഉറങ്ങാൻ നോക്ക്. രേവതി, എഴുന്നേക്ക് വാ. വേഗം വാ. എന്താ? He's dead. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് അവരുടെ വീട്ടിൽ അറിയിച്ചാലോ? അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം? No. Why? No. അതെന്താ? പോലീസിലൊന്നും അറിയിക്കാൻ പറ്റില്ല, വീട്ടിലും അറിയിക്കാൻ പറ്റില്ല. ഇവര് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും അല്ല. ഇവളുടെ ഹസ്ബൻഡ് ദുബായില. അപ്പോ ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയാമായിരുന്നു?